ഹലോ, എല്ലാവർക്കും ഡി എസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടത് ഒരു ഓട്സ് പുട്ടുണ്ടാക്കുന്ന റെസിപ്പി ആയിട്ടാണ്. അതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. ഇതിനു വേണ്ടി ഞാനിവിടെ ഒരു പാൻ എടുത്തിട്ടുണ്ട്. പാനിലേക്ക് നമ്മൾ 1.5 കപ്പ് ഓട്സ് ആണ് ഇട്ട് കൊടുക്കുന്നത്. ഇത് ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. നമ്മളിത് വറുത്തെടുക്കുമ്പോൾ കരിഞ്ഞു പോകാതെ നോക്കണം. ഇത് ലൈറ്റായി വറുത്തെടുത്താൽ മതി. അതിനുശേഷം ഇപ്പം നമ്മൾ ഇത് വറുത്തെടുത്തിട്ടുണ്ട്. ഇത് മാറ്റി വെക്കാം. തണുത്തതിന് ശേഷം പൊടിച്ചെടുക്കാം. ഇപ്പം നന്നായി തണുത്ത് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതാ ജാറിലേക്കിട്ട് ഒന്ന് പൊടിച്ചെടുക്കണം. നല്ലതുപോലെ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് കുഴച്ചെടുക്കാം. പാകത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുത്ത് നമ്മൾ കുഴച്ചെടുത്താൽ മതി. അപ്പോൾ ഇത് കുഴച്ചെടുക്കുന്ന സമയത്ത് കുറച്ച് കട്ട പിടിക്കാൻ സാധ്യതയുണ്ട്. അത് കുഴപ്പമൊന്നുമില്ല. അത് കുഴച്ചതിന് ശേഷം നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെച്ച് വീണ്ടും ഇത് പൊടിച്ചെടുക്കുന്നുണ്ട്. ഇത് മൂടി വെച്ച് 10 മിനിറ്റ് വെയിറ്റ് ചെയ്യാം. ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ വീണ്ടും ജാറിലേക്കിട്ട് ഒന്നുകൂടി ക്രഷ് ചെയ്തെടുക്കണം. അരയാതെ നോക്കണം. ഇതിലേക്ക് കുറച്ച് തേങ്ങ കൂടി ഇട്ടിട്ടാണ് നമ്മൾ ക്രഷ് ചെയ്തെടുക്കുന്നത്. ഇനിയിപ്പോൾ ഇതാ നമ്മൾ പുട്ടുകുറ്റിയിലേക്ക് ആവി കയറ്റിയെടുക്കണം. തേങ്ങ ഇട്ട് കൊടുത്ത് അതിൻ്റെ മേലെ ഓട്സിൻ്റെ മിക്സ് ഇട്ട് കൊടുക്കണം. ഇത് നമ്മൾ സാധാരണ ചെയ്യും പോലെ ചെയ്തെടുത്താൽ മതി. പിന്നെ ഒരു 10 മിനിറ്റ് ആവി കയറ്റി എടുക്കാം. ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ പുട്ട് റെഡി ആയിട്ടുണ്ട്. എടുക്കാം. ഇതുപോലെ നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിക്കോളൂ കേട്ടോ. അപ്പോൾ നമ്മളെ ഓട്സ് പുട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ ട്രൈ ചെയ്തോളൂ കേട്ടോ. അടുത്ത വീഡിയോയിൽ കാണാം.